വളരെ സത്യസന്ധമായ റിപ്പോർട്ടാണ് ഭാമ കമ്മീഷൻ ഇതുവരെ നമുക്ക് നൽകിയിട്ടുള്ളത്. സത്യസന്ധമാണെങ്കിൽ അത് സത്യഭാമയായിരിക്കും. ഉയർന്ന കേസുകളിൽ പ്രമുഖന്മാരുടെ പേരുകൾ ഉൾപ്പെടുന്നതാണ് നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതാണോ നിന്റെ മാധ്യമധർമ്മം? ഒരു ധർമ്മക്കാർ എടാ കള്ളുടിയാ എന്നെ ധർമ്മം പഠിപ്പിക്കാൻ പറ്റില്ലേ? നിനക്ക് ആ പ്രമുഖന്റെ പേരറിയില്ലല്ലോടാ? നിനക്കൊരു ഗോപാലിനെ അറിയോ? ഒരു കള്ളൻ ഗോപാല്. ആ മൂലക്കത്തെ കടലാണോ? തെക്കേ തിരക്കിലെ കൃഷ്ണന്റെ മോൻ സത്യന്റെ മോൻ ഗോപാലാണോ? പണ്ട് ബ്രെഡ് മോഷ്ടിച്ചെന്ന് ആരോപിച്ച് പോലീസ് കൊണ്ട് ഇടിച്ച് പഞ്ചറാക്കി. അന്ന് ആ കേസ് എക്സ്ക്ലൂസീവ് ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് ഞാനാ. പാവപ്പെട്ടവന്റെയും കൂലിപ്പണിക്കാരന്റെ ഒക്കെ ജീവിതം നീയൊക്കെ ചാനൽ എടുത്തിട്ട് അങ്ങ് അലക്കും. ഈ കൂലി പൊക്കിക്കൊണ്ട് വന്നിട്ട് കാശുള്ളവനൊക്കെ എന്തെങ്കിലും ചെയ്താൽ അവനൊന്നും ഊരില്ല പേരിൽ. അവനൊക്കെ അങ്ങ് പ്രമുഖ. അവനെയൊക്കെ പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ മുഖം പൊത്തിക്കൊണ്ട് പോവുക, ചുറ്റും ആള് നിന്ന് കൂടെ പോവുക. നിനക്കൊരു കള്ളനാക്കിയ ഗോപാലിനെ അറിയാവോ? നീ കൂടെ ചേർന്ന് കള്ളനാക്കിയ ഗോപാലൻ നീ ഇപ്പൊ പറഞ്ഞില്ലേ? അവന്റെ അനിയനാ ഞാൻ കേട്ടോ. കള്ളൻ ഗോപാലന്റെ സാറങ്ങോട്ടൊന്ന് മാറി എക്സ്ക്ലൂസീവ് ന്യൂസ്. കള്ളൻ ഗോപാലിന്റെ അനിയനും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വിഷയം.